ഓ 6 മണിക്ക് വെച്ചാ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആളില്ലാതെ പിരിച്ചുവിടാനുള്ള അവസരം ഉണ്ടാക്കരുത് സാറേ. ഞാൻ പറ്റി ആ ശരി. ഞാനേ പട്ടി കടിച്ച കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണ്. നിങ്ങൾ ഈ പട്ടി കടിച്ച ആൾക്കാർ മുഴുവൻ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്നത് എന്തിനാണ്? ഇന്നലെ ആരോ പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ ഇവിടെ. ഞാൻ തന്നെയാണ്. നിങ്ങൾ ഈ വന്ന ആൾക്കാരുടെ അടുത്ത് ചാടി കളിച്ച അങ്ങനെ ജനങ്ങൾക്ക് വന്ന് കാര്യം പറയണ്ടേ? അപ്പൊ എന്താ ഇന്നും നിങ്ങളെ പട്ടി കടിച്ചോ? എന്നെ പട്ടി കടിച്ച കാര്യമല്ല പറഞ്ഞു, എന്റെ അളിയനെയാണ് പട്ടി കടിച്ചത്. ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇവിടെ ചെയർമല്ല, നിങ്ങൾ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ടാണ് ഇപ്പൊ ഇന്ന് വന്നത്. നിങ്ങൾ അളിയനെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ അളിയെ കൊണ്ട് ആശുപത്രിയിൽ പോ. ആശുപത്രിയിൽ പോവാണ്ടല്ലേ അപ്പൊ പട്ടി അടിച്ച ആൾക്കാരനെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി. ഞാൻ ആശുപത്രിയിലത്തെ കഥ കേൾക്കണ്ടങ്ങള്. അവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ഇഞ്ചക്ഷൻ ഇല്ല, അപ്പം ഒരു മരുന്നില്ല, ഒരു ജാതി സാധനം ഇല്ല. ഒക്കെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാ പറഞ്ഞവര്. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിന് നല്ല പട്ടി കടിക്കണതാ. നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്നില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള പൈസ കൂടുതലുണ്ട് എന്നുള്ളത് എന്തിനാ എന്നോട് വന്ന് പറയുന്നത്? അല്ലാണ്ട് സാറേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ജനങ്ങളാണ്. ഇവിടെ ഉണ്ടാവണ ഓരോ ഇടങ്ങറുകൾക്ക് ഞങ്ങൾ പിന്നെ ആരുടെ അടുത്ത് പോവും? കാക്കാ, നിങ്ങൾക്ക് പട്ടി കടിച്ചാൽ പരാതി ഉണ്ടോ? പരാതി ഉണ്ട്. പരാതി ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ല്. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയേ. അതെ, പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി. പോലീസ് സ്റ്റേഷനിൽ എന്ന് ചോദിച്ചപ്പോൾ പറയാണ് നിങ്ങൾ ആ കടിച്ച പട്ടിയുടെ ഉടമസ്ഥന്റെ അഡ്രസ്സായിട്ട് ഇങ്ങോട്ട് വരിക, അപ്പൊ ഞങ്ങൾ നടപടി എടുക്കാം. പിന്നെ എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കടിച്ച പട്ടിക്ക് ഉടമസ്ഥന്റെ അത് തെരുവ് നായാണ്. ഈ തെരുവ് നായക്ക് കടിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് പോയി പരാതി അഡ്രസ് ആരുടെ കൊടുക്കും? അപ്പൊ ഈ അലഞ്ഞു തിരിയണ തെരുവ് പട്ടികളുടെ ഉടമ മുനിസിപ്പാലിറ്റി ആണോ? മുനിസിപ്പാലിറ്റി ഉടമയാണോ അല്ലേന്നല്ല പറയുന്നത്. ഒരു നാട്ടിലൊരു ദുരന്തം ഉണ്ടാവുമ്പോ അതിനൊരു നടപടി എടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവാദിത്തമല്ലേ? എന്റെ കാക്ക, ഒരാളെ പട്ടി കടിച്ച കേസല്ലേ. പട്ടി വെറുതെ വന്ന് കടിക്കൊന്നുമില്ല. പട്ടി പോണ സമയത്ത് പട്ടീനെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഏതും മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഒക്കെ ആക്രമിക്കും. അപ്പൊ തെരുവ് നായക്കളെ ഞങ്ങൾ ഉപദ്രവിച്ചു എന്നാണ് നിങ്ങളുടെ പരാതി. ഇനി അഥവാ പട്ടി കടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കുക, അതിന് നല്ലൊരു സൂത്രമുണ്ട്. അതായത് കടിക്കാനായിട്ട് പട്ടിയിട് വരുമ്പോ ഇങ്ങോട്ട് നിൽക്കുക, ഏതൊരു നോട്ടങ്ങോട്ട് നോക്കിയാ പട്ടി തിരിഞ്ഞങ്ങോട്ട് പോകും. അത് നാട്ടിലെ ആളുകൾക്കൊക്കെ നീ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എന്റെ അളി എപ്പോഴോ കേട്ടിട്ടുണ്ട്. പട്ടി ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ജാതി ഇങ്ങനെ അങ്ങോട്ട് നിന്ന് പട്ടി വന്നിട്ട് 4-5 കടിയും കടിച്ചിട്ട് ഒരു പോക്ക അങ്ങോട്ട് പോയി. നോട്ടം ശരിയാണ്. നോട്ടം ശരിയല്ലാണ്ടൊന്നല്ല. പട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനെ ഒന്ന് കടിച്ചാൽ പൊളിക്കും പട്ടി. നിങ്ങളൊന്ന് നിന്ന് നോക്ക, പറയോ വിവരം. നിങ്ങളോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇത് പിന്നെയും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ. ഇത് ഗുണ്ടകളും പോക്കറ്റടിക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, പട്ടി കടിച്ച കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിക്ക് ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റില്ലേ? അതിന് മറുപടി. എനിക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. ഒന്നുമില്ലല്ലോ. ഇല്ല. നിങ്ങൾക്ക് ഇതിനൊരു സഹായം ചെയ്യാനും ഇല്ല, നടപടി എടുക്കാനും ഇല്ല. ഇല്ല, അങ്ങനെ ഒരു വകുപ്പ് ഇപ്പൊ ഇല്ല. ഞങ്ങളിലൊക്കെ തെരഞ്ഞെടുത്ത ഞങ്ങൾ ജനങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അതാ നല്ലത്. അങ്ങനെ ഒരു നടപടി ഉണ്ടോ എന്ന് നോക്കണല്ലോ. നോക്ക്.